ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ബ്രൗണി. നല്ല ഫഡ്ജി ഗൂയി ബ്രൗണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രൗണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. കൊക്കോ പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്, പക്ഷേ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിക്കാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കണം. ഇനി ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോവാണ്. മൈക്രോവേവിൽ 1 മിനിറ്റ് മെൽറ്റ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രൗണിക്കൊരു എക്സ്ട്രാ ഫഡ്ജിനെസ് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഇച്ചിരി ഓവർ ബേക്ക്ഡ് ആയി പോയി കഴിഞ്ഞാലും അതിൻ്റെ ഫഡ്ജിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് അല്ല, വാൻ ഹൗട്ടൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ കൂടെ ബട്ടറും ചേർത്ത് നിങ്ങൾക്ക് മെൽറ്റ് ചെയ്യാം. ഞാനത് മറന്നു പോയതാണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാനത് മെൽറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 80 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, ഉപ്പില്ലാത്ത വെണ്ണ ചേർക്കുന്നത്. ഇത് നമ്മൾ വീണ്ടും ഒരു 40 അല്ലെങ്കിൽ 50 സെക്കൻഡ്സ് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്യണം. അതുമല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്താൽ മതി. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ചൂട് കൂടിപ്പോകരുത്, അതുകൊണ്ടാണ് 50 സെക്കൻഡ്സ് അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് നോക്കിയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതിപ്പം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്, നല്ല ഗ്ലോസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഓവർ ബീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇതിലേക്ക് അടുത്തത് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ്. ചെറിയ തരിയുള്ള ബ്രൗൺ ഷുഗറാണിത്. വലിയ തരിയാണെങ്കിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ബ്രൗൺ ഷുഗർ കിട്ടിയില്ലെങ്കിൽ സാധാരണ ഷുഗർ യൂസ് ചെയ്താലും മതി. ഇതിലേക്കിനി 2 മുട്ട കൂടി ചേർക്കുക. ഇനി നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഒരു വിസ്ക്, സാധാരണ ഒരു വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്താലേ നല്ല ഫ്ലേക്കി ഷൈനി ക്രസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു നല്ല ബ്രൗണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ക്രസ്റ്റ് നല്ല ഫ്ലേക്കി ആയിരിക്കണം. പിന്നെ അതിൻ്റെ കേക്കിൻ്റെ പാർട്ട് നല്ല മെൽറ്റിംഗ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു അരിപ്പയിൽ കൂടെ മൈദയും കൊക്കോ പൗഡറും അരിച്ചെടുക്കാൻ പോവാണ്. ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർക്കണം. ഇതുപോലെ ഇനി നന്നായിട്ട് അരിച്ചെടുക്കണം. കൊക്കോ പൗഡറിന് കുറച്ച് തരി കാണും, അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നന്നായിട്ട് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക വേണ്ടത്. ഇതിപ്പം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്യുവാണ്. ഇത് എക്സ്ട്രാ ചോക്ലേറ്റ് ആണ്. ഞാനിതിൽ ഡാർക്കും അതുകൂടാതെ മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്യൂബ്, കുറച്ച് വലിപ്പമുള്ള കഷ്ണമായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എങ്കിലേ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ ബ്രൗണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒലിച്ച് വരുന്നത് പോലെ ചോക്ലേറ്റ് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കൊരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചോക്ലേറ്റ്സ് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വാൾനട്ട്സ് ആണ്. വാൾനട്ട്സ് ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി മൈദ കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഇടുമ്പോൾ അത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഈ വാൾനട്ട്സും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വാൾനട്ട്സ് കിട്ടിയില്ലെങ്കിൽ കാഷ്യൂ നട്ടാണേലും ഉപയോഗിച്ചാൽ മതി. ഇതും പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. കേക്ക് ആണെങ്കിലും ബ്രൗണി ആണെങ്കിലും ഒന്നും നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്. ബ്രൗണി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ പാർച്ച്മെൻറ്റ് പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ
റെക്റ്റാങ്കിൾ പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു 175 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ പോവാണ്. ബ്രൗണി ഒരിക്കലും ഓവർ ബേക്ക് ചെയ്യരുത്. ഓവർ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫഡ്ജി ടെക്സ്ചർ കിട്ടത്തില്ല. ഈ ബ്രൗണി കറക്റ്റായിട്ട് ബേക്ക് ആകാൻ എനിക്ക് 25 മിനിറ്റ് എടുത്തു. നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ബ്രൗണി റെഡിയായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു സ്ക്യൂവർ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നടുവിൽ കുത്തി നോക്കണം. ഇതിപ്പം മാവ് കുറച്ചൊരു വാട്ടറി പോലെയാണ് തോന്നുന്നത്. ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇത് പച്ചക്കല്ല ഇരിക്കുന്നത്. നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിക്ക് ഇതാണ് കറക്റ്റ് ടെക്സ്ചർ വേണ്ടത്. ബ്രൗണിക്ക് നല്ല ഷൈനി ക്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം ഇനി അത് നല്ല ഫഡ്ജി ആണോ എന്ന്. നല്ല പെർഫെക്റ്റ് ബ്രൗണിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.